ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. വിൻ്റർ ആർക്ക് ചാലഞ്ച് എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒക്ടോബർ മന്ത് തൊട്ട് ക്ലീൻ ഡയറ്റും റെഗുലർ വർക്കൗട്ടും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാലഞ്ചായിരുന്നു അത്. ഒക്ടോബർ മന്ത് കഴിഞ്ഞ ഉടനെ കുറേ DMs വന്നിട്ടോ, എന്തായി ചേച്ചി, നിങ്ങളുടെ ഷുഗർ കട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്. ഇവർക്കൊക്കെ വേണ്ടി എനിക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വിൻ്റർ ആർക്ക് ചാലഞ്ച് പൊളിഞ്ഞു ഗായ്സ്, എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ ഫ്യൂ ഡേയ്സ് അടിപൊളിയായിരുന്നു. ഞാൻ നല്ല കുട്ടിയായിട്ട് ജിമ്മിൽ പോയി, ക്ലീൻ ഡയറ്റ് എല്ലാം പക്ക. പക്ഷേ എൻ്റെ ഡെഡ് ലിഫ്റ്റ് PR എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. നല്ല ക്ലീൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്തു, പിന്നെ ജേർണലിങ് ചെയ്തു. പിന്നെ എൻ്റെ കുട്ടികൾക്ക് November 1 ബൂഗി വൂഗി ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് സെഷനും കൂടെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിലായിരുന്നു ഞാൻ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൻഡ് ഈവൻ ഇപ്പോൾ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ന്യൂസ് ഞാൻ കേൾക്കുന്നത്. അച്ഛന് ഇമീഡിയറ്റായിട്ട് ഹാർട്ടിലെ എൻജിയോപ്ലാസ്റ്റി സർജറി ചെയ്യണമെന്നുള്ളത്. ഞാൻ അബുദാബി വന്ന് 2 years കഴിഞ്ഞതുകൊണ്ട് എൻ്റെ പുതിയ വിസ റിന്യൂവൽ പ്രോസസ് ടൈമായിരുന്നു അത്. ആകെ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ചൊരു ടൈം. എനിക്കാണെങ്കിൽ നാട്ടിലോട്ട് പോകാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നാട്ടിലാണെങ്കിൽ ആ ടൈമിൽ ഞാനും ഇല്ല, അനിയനും ഇല്ല. കമ്മ്യൂണിക്കേഷനൊക്കെ വീഡിയോ കോളിൽ. അമ്മയും പാനിക്കായി. എൻ്റെ കസിൻസും റിലേറ്റീവ്സൊക്കെ ആയിരുന്നു ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. ചുറ്റിലുള്ളതൊന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ കോമ്പറ്റീഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും ഞാൻ എടുത്തു. അപ്പോൾ അത് നേരെ പ്രാക്ടീസ് കൊടുക്കാൻ പറ്റില്ല, നാട്ടിലോട്ട് പോകും വേണം. എങ്ങനെയെങ്കിലും എൻ്റെ ഒന്ന് വിസ കിട്ടിയിട്ട് എനിക്ക് നാട്ടിലോട്ട് പോയാൽ മതി എന്നുള്ളൊരവസ്ഥയായി. ഫൈനലി എൻ്റെ വിസ കിട്ടി, ഞാൻ എന്നിട്ട് നാട്ടിലോട്ട് പുറപ്പെട്ടു. ആ ടൈമിൽ എനിക്കുണ്ടായിരുന്ന ആ ഒരു എമോഷണൽ ടർബുലൻസ്, അത് ഇപ്പോഴും എനിക്ക് അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. സന്തോഷിക്കണോ ദാറ്റ് മൈ ഡാഡ് ഇസ് ഫൈൻ, ഓർ ലൈക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടണോ, ഒന്നും അറിയാണ്ടൊരു ബ്ലാങ്ക് സ്റ്റേറ്റ്. നാട്ടിലെത്തിയ അച്ഛനെ കണ്ടതിന് ശേഷം കുറച്ച് സ്ട്രെസ് അങ്ങോട്ട് കുറഞ്ഞു. പിന്നെ എൻ്റെ കുട്ടികളുടെ കോമ്പറ്റീഷൻ. ഈ പ്രാവശ്യമാണെങ്കിൽ 2 ടീംസായിരുന്നു. ഒന്ന് സീനിയർ ബാച്ചും ഇനി ഒരെണ്ണം ജൂനിയർ ബാച്ചും. ഞാൻ കാരണം അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി കളയരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ഓൺലൈനിൽ എടുത്തു. സത്യം പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിലും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവിടുത്തെ സ്റ്റുഡൻസ്, പേരൻസ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എല്ലാ കുട്ടികളും ഞാൻ അവിടെ ഇല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് അവർ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡയറ്റൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോയി. സ്ട്രെസ്സ് കാരണം ഒരുപാട് സ്വീറ്റ്സ് ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റൽ വിസിറ്റ്, ഇൻഷുറൻസ് ഫോളോ അപ്പ്, അച്ഛൻ്റെ ഹെൽത്ത് റീഗെയിനിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് 10 ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. അബുദാബിയിലോട്ട് തിരിച്ചു വരുമ്പോഴും എൻ്റെ മനസ്സ് നാട്ടിൽ തന്നെയായിരുന്നു. ആൻഡ് ഇറ്റ് ഫെൽറ്റ് റിയലി വെരി ഹെവി. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം ഫുൾ ടൈം കുട്ടികളുടെ പ്രാക്ടീസ് സെഷൻസ് ആയിരുന്നു. പാവം, അവർ കുറേ സഹിച്ചു തന്നെ. 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പാർക്കിലും അങ്ങനെ മാറി മാറി അവർക്ക് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ വിൻ്റർ ആർക്ക് ചാലഞ്ച് പറഞ്ഞൊരു സംഭവം എൻ്റെ ഓർമ്മയിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോയി. അങ്ങനെ പറഞ്ഞ് ഒക്ടോബർ മാസം തീർന്നു പോയി ഗായസ്. ജീവിതത്തിൽ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു മാസമായിരുന്നു അത്. അങ്ങനെ November 1 വിൻ്റർ ആർക്ക് ചാലഞ്ചും പൊളിഞ്ഞു, എൻ്റെ കുട്ടികളുടെ കോമ്പറ്റീഷനും എത്തി. അന്ന് എനിക്ക് ഫുൾ ആങ്സൈറ്റിയും ഗിൽറ്റും ആയിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ ഞാൻ നേരെ പ്രാക്ടീസ് സെഷൻസ് കൊടുത്തിട്ടില്ല. ചെറിയ കുട്ടികളാണെങ്കിൽ ആദ്യമായിട്ട് ആ സ്റ്റേജിൽ കോമ്പറ്റീഷന് കയറാൻ പോകുന്നത്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാരണം ഞാൻ മൊത്തത്തിൽ അന്ന് ലോ ആയിരുന്നു. പക്ഷെ പിള്ളേരോ, അവർ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ അവർ അടിപൊളിയായി കളിക്കുകയും ചെയ്തു. അവർ സ്റ്റേജിൽ കളിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ആങ്സൈറ്റിയും സ്ട്രെസ്സും എല്ലാം പറന്നുപോയി. പിന്നെ ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് ആ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുന്നതെന്ന് ആരും പറയില്ല. അവർ നല്ല രീതിക്ക് ക്യൂട്ടായി കളിച്ചു. ഫൈനലി റിസൾട്ട് അനൗൺസ്മെൻറ്റ് ടൈമായി. അനൗൺസ്മെൻറ്റ് കേട്ടതും ഞാൻ ഇവിടെ ഒന്നും അല്ലായിരുന്നു. ഫൈനലി അത്രയും ദിവസത്തെ സ്ട്രെസ്സും ഹാർഡ് വർക്കും എല്ലാത്തിൻ്റെ ആൻസറും ആ റിസൾട്ട്സിൽ കൂടെ കിട്ടി. ചെറിയ കുട്ടികളുടെ ബാച്ചിന് 2nd പ്രൈസും ബെസ്റ്റ് കോസ്റ്റ്യൂം അവാർഡും, പിന്നെ 10 to 15 കാറ്റഗറിയിൽ വിന്നേഴ്സും ബെസ്റ്റ് കൊറിയോഗ്രാഫർ അവാർഡും പിന്നെ ബെസ്റ്റ് കോസ്റ്റ്യൂം അവാർഡും. ദാറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് മൈ ലൈഫ്. ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻറ്റ്. അങ്ങനെ എൻ്റെ വിൻ്റർ ആർക്ക് ചാലഞ്ച് വാസ് എ ഫെയിലിയർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഹാഡ് ദ ബെസ്റ്റ് ആൻഡ് ദ വേസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് മൈ ലൈഫ്. അപ്പോൾ ശരി, ടാറ്റാ.